പുതിയ ചാനലിലേക്ക് സ്വാഗതം. മകളുടെ ചാനലാണ്. അപ്പോൾ ഞാൻ ഷോർട്സിൽ കൂടുതൽ സബ്സ്ക്രൈബർ എങ്ങനെയാണ് വരിക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നല്ല ഷോർട്സ് ഇടുക. നല്ല ഷോർട്സ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആരും കാണാത്ത തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട്. ആരും കാണാത്ത പറഞ്ഞാൽ പ്രത്യേകതയുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഇല്ലേ. എൻ്റെ കയ്യിൽ നോക്കിയാൽ എൻ്റെ യൂട്യൂബിൽ നോക്കി കാണാൻ പറ്റും. ഒരു 45 ദിവസമേ ആയിട്ടുള്ളൂ ഞാൻ പ്രീമിയം ചാനലാക്കിയിട്ട്. അപ്പോൾ 1060 സബ്സ്ക്രൈബർ വന്നു. 3 ഷോർട്സിന് 1,26,000 ഒരു ഷോർട്സിന് വ്യൂസ് കിട്ടി. മറ്റേതിന് 1.13 ഉണ്ടായിട്ടുണ്ട്. വേറെ ഒരെണ്ണത്തിന് 95 ചില്ലറായിട്ടുണ്ട്. അപ്പോൾ നല്ല ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വ്യൂസ് കിട്ടും. ഈ വ്യൂസ് കിട്ടുന്നതിൻ്റെ കൂടെ നമുക്കുണ്ടാവുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബർ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ യാചിക്കേണ്ടി വരും. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാമെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ വീഡിയോസിൻ്റെ ഇടയിൽ പോയിട്ട് നമുക്ക് കമൻറ്റ് ഇടേണ്ടി വരും. എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാവുന്നുള്ളൂ. പോയി ഇതുപോലെ യാചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല നല്ല ഷോർട്സ് ഇടുക. എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും എങ്ങനെയാണ് ഞാൻ ആ ഷോർട്സ് ഇട്ടുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല വീഡിയോസ് നമ്മൾ മൊബൈലൊക്കെ ഇങ്ങനെ ചരിക്കുമ്പോൾ മെല്ലെ ചരിക്കുക. ഒറ്റടിക്കാണ്ട് ചരിക്കാണ്ട് സ്ലോ ആയിട്ട് ചരിച്ചു പോവുക. ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ക്ലിയർ ആക്കുക. നമ്മുടെ ഷോർട്സ് കൂടുതൽ ആളുകൾ കാണുന്നതിന് ഒരു ഐഡിയ ഉണ്ട്. അതായത് നമ്മൾ ഒരു ഷോർട്സ് ഇടണം. ഒരു ആനയുടെ ഒരു എക്സാമ്പിൾ ആനയുടെ ഇടുകയാണെങ്കിൽ ആനങ്ങനെ നടന്നു വരുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനെ സ്ക്രീനിൽ തന്നെ എഴുതണം. ആനയുടെ കൊമ്പ് കൊള്ളാം, അടുത്ത് നിന്ന് ആളുടെ മേത്ത് കൊണ്ടുവരുന്നു, അങ്ങനെ കുറേ. അപ്പോൾ ആൾക്കാർക്ക് ശ്രദ്ധയോ അങ്ങനെ കൊള്ളോ. അപ്പോൾ നമ്മുടെ മുഴുവനായിട്ടും ആ ഷോർട്സ് ആൾക്കാർ കാണും. അതുപോലെ നമ്മൾ കാടിൻ്റെ വഴിക്കൊക്കെ പോകുമ്പോൾ പുലിയൊന്നും ഉണ്ടാവില്ല, എന്നാലും വെറുതെ പറയാം പുലി പിടിച്ചേനെ, ആ പശുവിന് പുലി പിടിച്ചേനെ, അങ്ങനെയൊക്കെ എഴുതുക. അപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും. ആൾക്കാർക്ക് ഇങ്ങനെയുള്ള തോര കൂടുതലാണല്ലോ ശ്രദ്ധിക്കാനുള്ളത്. അങ്ങനെ നമ്മുടെ ഷോർട്സിന് വ്യൂസ് കിട്ടും. പിന്നെ നമ്മൾ ഷോർട്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളായിട്ടുള്ള അധികം എടുക്കരുത്. അപ്പോൾ അവർ കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കില്ല. കുട്ടികളായിട്ടുള്ളത് യൂട്യൂബിൽ കുറവാണ്. നമ്മളിപ്പോൾ എൻ്റെ കുട്ടീനെ വെച്ച് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാലും തീരെ വ്യൂസ് കിട്ടില്ല. അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുട്ടികളിലധികം ആൾക്ക് ഇത് വ്യൂസ് കൊടുക്കണില്ലാന്ന്. അപ്പോൾ ഞാൻ ആ പരിപാടി നിർത്തി. അതുപോലെ തന്നെ ഞാൻ വിഷുവിനെ കമ്പിത്തിരി മത്താപ്പോൾ കത്തിക്കണ ഒരു വീഡിയോ ഇട്ടു, ഷോർട്സ് ആക്കിയിട്ട് ഇട്ടു. പക്ഷേ അപ്പോൾ തന്നെ അതൊരു ഡിലീറ്റ് എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. അപ്പോൾ അത് കാരണം അങ്ങനത്തെ കണ്ടൻറ്റുകളൊക്കെ ഒഴിവാക്കുക. നമ്മുടെ നാട്ടിലുള്ള നല്ല നല്ല അമ്പലങ്ങൾ കാലത്ത് വെറുതെ ബൈക്കെടുത്ത് പോവുക. ഒരു അമ്പലങ്ങൾ നല്ല ഇതിലെടുക്കണോണ്ടാ. വെറുതെ ചളകുളാക്കി എടുത്താൽ ഓരോ സൈഡ് നോക്കി എടുത്ത് മെല്ലെ തിരിച്ച് നല്ല ഭംഗിയിലെടുക്കുക. എന്നിട്ട് നല്ലൊരു ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്ത് ഉഷാറാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് കിട്ടും. നമ്മൾ യൂട്യൂബിൽ അങ്ങോട്ട് എന്തോരം കൊടുക്കണോ അതേപോലെ തിരിച്ച് യൂട്യൂബ് നമുക്ക് തരും. വ്യൂസ് കിട്ടണില്ല എന്നൊക്കെ പറയണത് വെറുതെയാണ്. ആകെ ഞാൻ 45 ദിവസമായിട്ടുള്ളൂ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട്. എനിക്ക് നല്ല വ്യൂസ് ഉണ്ട്. സബ്സ്ക്രൈബർ 1000 മേലെ കയറി. പിന്നെ ഷോർട്സിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് ചെന്നിട്ട് എപ്പോഴും എത്തി നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റൊക്കെ ഒന്ന് നോക്കുക. അനലൈസ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ എന്തോരം ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. അതന്നെ പിടിച്ച് ഇങ്ങനെ മാറ്റി കൊണ്ടേയിരിക്കണ്ട. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്കൊരു ഉപകാരമുള്ളത് യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ആപ്പ് എല്ലാവരും കയറ്റണം. നമ്മൾ ഒരു ദിവസം എന്തോരം നമ്മുടെ കാര്യങ്ങൾ യൂട്യൂബിൽ നമ്മുടെ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ സ്റ്റുഡിയോയിലാണ്. അതായത് യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് അതിൽ നോക്കാം നമുക്ക് എന്തോരം വ്യൂവേഴ്സ് വരുന്നുണ്ട്, ആൾക്കാർ ഏത് ടൈമിലാണ് കാണുന്നത്, നമ്മളെല്ലാ വിവരങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ അറിയാൻ പറ്റും. അപ്പോൾ അത് കാരണം എല്ലാവരും സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യണം. അത് എത്ര സമയം നോക്കിയോണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ യൂട്യൂബ് അങ്ങനെ എപ്പോഴും ഇങ്ങനെ വ്യൂ ആയോ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. സ്റ്റുഡിയോ അങ്ങനെ എടുത്തുകൊണ്ടൊരു കുഴപ്പമില്ല. ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തരണമാണ് നമുക്ക് സ്റ്റുഡിയോ ചാനലിൽ. പിന്നെ നമ്മൾ ഷോർട്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ഷോർട്സിനും പാട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അത് കോപ്പിറൈറ്റ് വരാൻ പാടില്ല. കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഭാവിയിൽ നല്ലപോലെ ബാധിക്കും. നമ്മളെ പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. അപ്പോൾ കോപ്പിറൈറ്റിലുള്ള പാട്ടുകൾ ഇടാൻ നിൽക്കരുത്. യൂട്യൂബ് തരണ പാട്ടുകൾ വെച്ചിടുക. എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ തന്നെ എടുക്കുക. യൂട്യൂബിൽ എല്ലാ സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഷോർട്സ്, തുടക്കക്കാർക്കൊക്കെ ഷോർട്സ് ഒരു 4 ഷോർട്സൊക്കെ ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ലൈവായി നിൽക്കും. നമ്മുടെ വ്യൂവേഴ്സിന് മുന്നിൽ നമ്മൾ ലൈവായി നിൽക്കും. ഒരു ദിവസം പോലും നമ്മൾ ബ്ലോക്ക് ചെയ്യരുത്, നമ്മൾ ഇടാതിരിക്കരുത് ഷോർട്സുകൾ. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് നമുക്ക് തീരെ കിട്ടിയെന്ന് വരും. ചിലപ്പോൾ 2 വ്യൂ ആവും, 3 വ്യൂ ആവും. ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഷോർട്സിനൊക്കെ നല്ല പോലെ വ്യൂസ് കിട്ടും കേട്ടോ. ഒരിക്കലും
മറ്റ് ആൾക്കാർ ഉപയോഗിച്ച ഷോർട്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബിൽ ഇടരുത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ കുറേ വ്യൂസൊക്കെ കിട്ടും, പക്ഷെ അത് ഭാവിയിൽ അവരത് ഡിലീറ്റ് ചെയ്ത് കളയും. നമുക്ക് പൈസ കിട്ടേണ്ട കാലമൊക്കെ ആയി കഴിഞ്ഞാൽ അതിന് വ്യൂസിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല.